ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഞാനിന്നിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയോ? സിക്കിമിലെ എൻ്റെ ഫസ്റ്റ് ഡേ ആട്ടോ. ഇന്നലെ നൈറ്റ് എത്തി നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി. എന്നിട്ടിപ്പോൾ ഈ വീട് കണ്ടോ? ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തത്. 100 വർഷത്തിൽ മുകളിൽ പഴക്കമുള്ളൊരു വീടാട്ടോ ഇത്. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ, ഹിന്ദി സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വീടാണ്. ഓക്കെ, എൻ്റെ ടീ വന്നിട്ടുണ്ട്. നല്ല രസമാട്ടോ. ഞാൻ ബാക്കി കാണിച്ചു തരാം. എനിക്ക് ഇത് പണ്ട് സിനിമയിലൊക്കെ കണ്ട പോലത്തെ ഒരു ഫീലൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട്. രാവിലെ ടീ റെഡി. ടീ കുടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം. നല്ല മഴയുണ്ടായിരുന്നു, രാവിലെ മഞ്ഞുണ്ടായിരുന്നു. ഒരുപാട് കിളികളുടെ ശബ്ദമൊക്കെ കേട്ടാട്ടോ എണീറ്റത്. നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ലൊരു നല്ലൊരു വൈബ്, ഗ്രാമീണ വൈബ്. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള, നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും വേണ്ട. അതൊക്കെയാണ് നമ്മളെ കണ്ടപ്പോഴത്തേക്കും സജസ്റ്റ് ചെയ്തത്. ബട്ട് അതൊന്നും വേണ്ട, ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് മതി എന്നാണ് പറഞ്ഞത്. നമ്മൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഫുഡ്, അവർ കഴിക്കുന്ന ഫുഡ്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. എനിക്കതൊക്കെ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇന്ന നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ നാട്ടിൽ കഴിക്കണം അത് തന്നെ വേണം അങ്ങനെ തോന്നുന്നു പിടിക്കാറില്ല. പക്ഷേ ടീ എവിടെ ചെന്നാലും ഞാൻ കുടിക്കും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഈ സ്ഥലമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ചെറിയ ക്യൂട്ട് ഒരു ഹോം സ്റ്റേ ആണ്. ഞാനിവിടെ വന്നപ്പോൾ ഇവരോട് പറയുകയും ചെയ്തു, ഇറ്റ്സ് ലൈക്ക് എനിക്കൊരു ഹോം സ്റ്റേ ആയിട്ട് തോന്നുന്നില്ല. എന്താ പറയണേ, നമുക്ക് പരിചയമുള്ള ഒരാളുടെ വീട്ടിലേക്ക് വരുന്ന പോലെ. ഇറ്റ്സ് ലൈക്ക് എ ഹോം. നമ്മൾ പൈസ കൊടുത്ത് ഇവിടെ എങ്ങനെ സ്റ്റേ ചെയ്യാൻ വന്ന പോലെ തോന്നുന്നില്ല. ആൻഡ് ഇവരുടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇടപെടലും നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നതൊക്കെ ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ റൂമിൻ്റെ അടുത്ത് താമസിക്കുന്ന 2 പെൺകുട്ടികളാട്ടോ. അവരാണെങ്കിലും ഒരുപാട് ദൂരെ നിന്ന് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നവരാണ്, ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവരും ഫുൾ ട്രാവലിങ്ങും പരിപാടിയായിട്ട് നടക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ പെൺകുട്ടികളൊക്കെ ആണെങ്കിലും ഒറ്റയ്ക്ക് വന്നാലും ഭയങ്കര കംഫർട്ടായിട്ട് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഈ ഹോം സ്റ്റേ മാത്രമല്ല, ഈ സിക്കിം എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലമാണെങ്കിലും എല്ലാവരും തന്നെ ഇവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറ്റയ്ക്ക് സോളോ ട്രിപ്പൊക്കെ അടിക്കേണ്ടവർക്കാണെങ്കിലും ധൈര്യമായിട്ട് വരാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള, ആക്ച്വലി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്തോ ഒരു സീഡ് വെച്ച് ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് കഴിച്ച് നോക്കട്ടെ. ആൻഡ് വിത്ത് ദാൽ കറിയും കൂടിയുണ്ട്. സെർവ് ചെയ്തിരിക്കുന്ന പ്ലേറ്റ്സൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട്. എനിക്ക് ഈ പ്ലേറ്റ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇന്ന് സിക്കിമിലുള്ള എൻ്റെ ഫസ്റ്റ് ഡേ ആട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, ഹോം സ്റ്റേയിൽ നിന്ന് ഇറങ്ങി. ഇന്നിപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നാംചിയിൽ തന്നെയുള്ള, സിക്കിം നാംചിയിലുള്ള നഗടക് ഗുപ്തൻ അങ്ങനെ പറഞ്ഞ സ്ഥലമാണ്. ഇവിടുത്തെ മൊനാസ്ട്രികളൊക്കെ താമസിക്കുന്ന, സന്യാസിമാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിവിടുത്തെ സിക്കിമിലൊരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇവിടുത്തെ ഒരുപാട് ഫോട്ടോസ്. ഇന്നിപ്പോൾ നല്ല മഴ, ഒരു റെയിനി ഡേ ആണ് ഇന്ന്. ഫുൾ മേ ബി റെയിനി ഡേ ആയിരിക്കാനാണ് ചാൻസ് എന്നാണ് പറഞ്ഞത്. ആൻഡ് മൊത്തം മഞ്ഞ് മൂടി നിൽക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു വലിയ സ്ഥലമാട്ടോ. ഇങ്ങോട്ടേക്ക് കുറച്ചിങ്ങ് കയറി വരാനുണ്ട്. ആൻഡ് എല്ലായിടവും മഞ്ഞ് മൂടി നിൽക്കുക. ഒക്കെ ഒന്ന് കാണിച്ചേ. നമ്മൾ കണക്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിവിടെ ഇപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. ക്ലോസ്ഡ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്, ചോദിച്ചു നോക്കാം. അവിടുന്ന് മണിയടിക്കുന്ന സൗണ്ടൊക്കെ. മഴയൊക്കെ മാറി, ഇപ്പം മൊത്തം മഞ്ഞ്. പക്ഷേ ഈ പൊടിമഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെയോ വണ്ടികളൊക്കെ കയറി വരുന്നുണ്ട്. മേ ബി ടൂറിസ്റ്റ് ആയിരിക്കാം, ടാക്സിയാണ്. ഓ,
ഇവിടെ പാത്രത്തിലായിട്ട് ഇങ്ങനെ കുറേ ചെറിയ പാത്രത്തിലിട്ട് വെള്ളമൊക്കെ വെച്ചിരിക്കുന്നു. ആൻഡ് ആ ബോക്സിൻ്റെ അകത്ത് എന്തോ വെച്ചിട്ടുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവരുടെ ചിത്രപ്പണികളൊക്കെ കൊള്ളാം. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും അറിയത്തില്ല. ജാപ്പനീസ് ഭാഷയാണോ? ജാപ്പനീസാണ്. പറഞ്ഞൂടാ. അവനാട്ടോ നമ്മളെ വഴി കാണിക്കാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓ, എന്താ പറഞ്ഞേ? നമുക്ക് ആദ്യം പോയ സ്ഥലത്ത് അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു കേട്ടോ. അത് അവരുടെ മെയിൻ പ്രാർത്ഥന ഒരു വലിയ റൂമാണ്. നമ്മുടെ പള്ളിയിലൊക്കെ വലിയ അൾത്താരയും നമ്മുടെ കുർബാന നടക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇവരുടെ ഒരു ഏരിയയാണ്, വലിയ ഏരിയ, നമ്മുടെ പള്ളി പോലെയൊക്കെ. ബട്ട് ഇവിടുത്തെ ചിത്രപ്പണികളും ഇവരുടെ ഓരോ ശംഖ്, പിന്നെ ബെൽ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അകം കാണാൻ ഭയങ്കര ഭംഗിയാണ്. കുറേ കളർഫുള്ളായിട്ടുള്ള ചിത്രപ്പണികളും. ആൻഡ് ഇത് അതിൻ്റെ മുകളിലുള്ള സ്ഥലമാണ്. ഇവിടെ ഫോട്ടോഗ്രാഫി അലൗഡാണ്. ആൻഡ് നമുക്ക് എല്ലാം വഴി കാണിക്കാനായിട്ട് ഒരു ചെറിയ കൊച്ചിനെ കിട്ടി. ഇപ്പോൾ 2 പേരുണ്ട് നമ്മുടെ കൂടെ കൂട്ടിന്. അപ്പോൾ അവനാണ് കൂടെ നടന്ന് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. നല്ല ഇവരുടെ കൺസ്ട്രക്ഷനും ഈ ചിത്രപ്പണികളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഡോറൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ താഴെ പ്രാർത്ഥന മുറിയിലും ഇവിടെ മുകളിലുമൊക്കെ ഡൊണേഷൻ, ഇങ്ങനെ പ്രാർത്ഥന ബോക്സസ് വെച്ചിട്ടുണ്ട്, നമ്മുടെ നേർച്ച. അവിടെ എല്ലാം ഇവൻ എല്ലായിടത്തും ഇട്ടോളാൻ പറയുന്നുണ്ട്, എല്ലായിടത്തും ഇടുന്നുണ്ട്. നീച്ചേ हाँ फर्स्ट पे हुआ था ना, वहाँ खस के वहाँ पुण्य करना। ഈ ചോട്ട ഇദ്ദേഹം ആട്ടോ ഇപ്പോഴത്തെ റിംപോച്ചെ. ഇദ്ദേഹം മരിച്ചുപോയി എന്നാണ് പറഞ്ഞത്. അവരുടെ ഫോട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് വരച്ച് വെച്ചിരിക്കുന്നതാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ.
ഇതാണ് ഏറ്റവും പുതിയ ബിൽഡിങ്. അത് അതിന് മുന്നേ ഉണ്ടാക്കിയത്. അവിടെ കാണുന്നതാണ് ഏറ്റവും പഴയ ഇവരുടെ ബിൽഡിങ്. ബിൽഡിംഗ് എന്നല്ല, ഗുംബ എന്നാണ് പറയുന്നത്. ഞാൻ ബിൽഡിങ്ങിന് പറഞ്ഞപ്പോൾ എനിക്ക് ഗുംബ എന്ന് പറഞ്ഞു തന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവരുടെ ഒരു കൺസ്ട്രക്ഷനും ചിത്രവും പിന്നെ പെയിൻറ്റിങ്സൊക്കെ കാണാനായിട്ട്. മഞ്ഞൊക്കെ തെളിഞ്ഞു. ഇതാണ് ഇവരുടെ പഴയ ഗുംബ. അതിപ്പോൾ അടച്ചിട്ടിരിക്കുക. പഴയ ബിൽഡിംഗ് ഒന്നും കളഞ്ഞിട്ടില്ല, ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സൈഡിലായിട്ടാണ് ഏറ്റവും അതിലും പഴയത്. അതിപ്പോൾ കുറച്ച് ബലക്ഷയമൊക്കെ വന്ന് വിള്ളലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, മൊത്തം ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കമ്പികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് കയറിയപ്പോൾ ആ പ്രദേശം മുഴുവൻ നിറയെ മരങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പക്ഷികളുടെ ശബ്ദം കേൾക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 10-11 മണി ആയിട്ടുണ്ട്. എന്നാലും ഏർലി മോർണിംഗ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നല്ല തണുപ്പുമുണ്ട്. ഇപ്പം മഞ്ഞൊക്കെ തെളിഞ്ഞ് നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവരുടെ തീ കഴിയുന്ന സ്ഥലമാണേ. നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉള്ളപ്പോൾ ഇവർ തീ കായാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആൻഡ് ഇവിടെ ഈ സ്ലേറ്റ് കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നുണ്ട്. ഇവരുടെ പ്രാർത്ഥനകളാണ്. സൈഡിലെല്ലാം പ്രാർത്ഥനകൾ എഴുതി വെച്ചിട്ടുണ്ട്. സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ എഴുതിയും അതുപോലെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിറയെ വെച്ചിട്ടുണ്ട്. പഴയ ബിൽഡിങ്ങിൻ്റെ സൈഡാണേ. മുന്നൂറ് വർഷം പഴക്കമുള്ള മൊനാസ്ട്രി കേട്ടോ ഇത്. ഇതിപ്പോഴും ഇവരിങ്ങനെ കമ്പിയൊക്കെ വെച്ച് ഇടിഞ്ഞു പൊളിഞ്ഞു പോകാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നല്ല വൃത്തിയാക്കി ഇടുന്നുണ്ട്. ഇതിലും ചിത്രപ്പണികളൊക്കെ ഉണ്ടായിരുന്നു. മൊത്തം കല്ലുകൊണ്ടും തടി കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മണ്ണൊക്കെ തേച്ച് ഉണ്ടാക്കിയിരിക്കണേന്ന് തോന്നുന്നു. മണ്ണൊക്കെ കുറച്ചൊക്കെ കൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട്, വീണ് പോയിട്ടുണ്ട്. ഇവരുടെ ഈ പണികളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. മൊത്തം കല്ലുകൊണ്ടാണ്. കല്ലൊക്കെ നല്ല ഭംഗി. ക്ലോസ് ചെയ്തിട്ടിരിക്കുക. ഇതിൻ്റെ അകത്തെ ഭാഗം കേട്ടോ. നമ്മൾ അകത്തോട്ട് കയറി. നമ്മൾ പോകാറായപ്പോഴത്തേക്കും മഞ്ഞെല്ലാം തെളിഞ്ഞട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തൂളുമഴയും പെയ്തെന്ന് തോന്നുന്നു. അവിടെ മലമുകളിലെല്ലാം മഞ്ഞിറങ്ങിയിട്ടുണ്ട്. ദേ അവിടേക്കൊക്കെ നോക്കിക്കേ. അപ്പോൾ മഞ്ഞെല്ലാം തെളിഞ്ഞ് നമുക്ക് ഇവിടെ ഇപ്പം ഭംഗിയായിട്ട് കാണാം. മൊത്തം മൂടിയിരിക്കുകയല്ലായിരുന്നോ. അപ്പം മൊനാസ്ട്രി ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി സിക്കിമിൽ നമ്മൾ അടുത്തൊരു സ്പോട്ട് പിടിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അടുത്ത മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കരമായ മഴയല്ല, തൂളുമഴ. വീണ്ടും മലയിലൊക്കെ മഞ്ഞ് മൂടി. ഓക്കേ.